കണ്ണൂർ വളകയിൽ വിദ്യാർത്ഥിനിയുടെ മരണത്തിനിടയാക്കിയ സ്കൂൾ ബസ് അപകടത്തിൽ ഡ്രൈവറുടെ വാദം ചിന്മയ സ്കൂൾ പ്രിൻസിപ്പൽ തള്ളിക്കളഞ്ഞു. സ്കൂൾ ബസ്സിന് യാതൊരു തകരാറുമില്ല. പ്രിൻസിപ്പൽ KN ശശി 24 പറഞ്ഞു. ബസ്സിന് 2027 വരെ പെർമിറ്റ് ഉണ്ടെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ഒന്നും അതിന് യാതൊരു ഇതുമില്ല. ഇപ്പം 29-ാം തീയതി ഫിറ്റ്നസ് കഴിയുമ്പോൾ ഞങ്ങൾ തളിപ്പറമ്പിലെ 3 ബസ്സും ഈ കുറുമാത്തൂരിലെ ഈ ഒരു വണ്ടിയും കൂടിയാണ് കൊണ്ടുപോയിരുന്നത്. എന്നിട്ട് എന്താണ് സീറ്റിന്റെ കവറുകളെല്ലാം മാറ്റണമെന്ന് പറഞ്ഞു, പെയിന്റ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞത്, ഏതായാലും ഏപ്രിൽ മാസം വരെ ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ ബസ് ഓടിച്ച ഡ്രൈവർക്കെതിരെ ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിരിക്കുകയാണ്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. SKN ഈ ബസ് ഡ്രൈവറുടെ വാദങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽ കുറുമാത്തൂർ ചിന്മയ സ്കൂളിൻ്റെ പ്രിൻസിപ്പളും ഇപ്പോൾ തള്ളുകയാണ്. ഈ ബസ്സിന് യാതൊരു തരത്തിലുള്ള തകരാറുമില്ല. ഫിറ്റ്നസ് കാലാവധി ഏപ്രിൽ മാസം വരെ നീട്ടിക്കിട്ടിയിരുന്നു. 2027 വരെ ബസ്സിന് പെർമിറ്റുണ്ട്. മറ്റെന്തെങ്കിലും സാങ്കേതിക തകരാറുള്ളതായി ഇതുവരെ ഡ്രൈവർമാർ പരാതി നൽകിയിട്ടില്ല. അല്ലെങ്കിൽ ഈ ബസ് ഓടിച്ച് ഈ ഡ്രൈവർ തന്നെ ഇതുവരെ അത്തരത്തിലുള്ള പരാതികളൊന്നും പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ തകരാറുണ്ട് എന്ന് പറയുന്ന വാദം തെറ്റാണ് എന്നതാണ് പ്രിൻസിപ്പൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഈ സ്കൂൾ ഡ്രൈവർക്കെതിരെ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അശ്രദ്ധമായി വാഹനം ഓടിച്ചു, ജാഗ്രതയില്ലാതെ വാഹനം ഓടിച്ചു എന്നതാണ് FIRലെ പരാമർശം. കൂടുതൽ നടപടികളിലേക്ക് പോലീസും മോട്ടോർ വാഹന വകുപ്പും കടക്കുന്നു എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ നടത്തിയ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ തന്നെ ഇതിലെ എന്തെങ്കിലും, അതായത് ബ്രേക്കിന് തകരാറുള്ളതായോ എഞ്ചിന് തകരാറുള്ളതായോ മറ്റെന്തെങ്കിലും സാങ്കേതിക തകരാറുള്ളതായോ കണ്ടെത്തിയിട്ടില്ല. അത്തരം ഡ്രൈവറുടെ വാദങ്ങൾ മോട്ടോർ വാഹന വകുപ്പും തള്ളിക്കളയുകയാണ്. അതിൻ്റെ വിശദമായ പരിശോധനയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് അല്പസമയത്തിനകം കടക്കും. പ്രത്യേക RTO നിയോഗിച്ചിട്ടുള്ള പ്രത്യേക സംഘം ഇവിടെ എത്തി വിശദമായി വാഹനം ഒന്നുകൂടി പരിശോധിക്കും. ഇന്നലെ ഈ ഡ്രൈവർ ഈ വാഹനം ഓടിക്കുന്ന ഘട്ടത്തിൽ അപകടമുണ്ടായ ആ ഘട്ടത്തിൽ തന്നെ ഫോൺ ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. അതിൽ വാട്സാപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈബർ പരിശോധന കൂടി കഴിഞ്ഞാൽ അങ്ങനെ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയായിരിക്കില്ല, അതിനപ്പുറത്തേക്കുള്ള നടപടികളിലേക്ക് കടക്കുമെന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നത്. അതേസമയം ഈ അപകടത്തിൽ മരിച്ച കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നടത്തും. 10:30 പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ചിന്മയ സ്കൂളിൽ, കുറുമാത്തൂരിലെ ചിന്മയ സ്കൂളിൽ 11 മണിയോടെ പൊതുദർശനം ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടെ ഈ സംസ്കാര നടപടികൾ ഉൾപ്പെടെ നടക്കുകയും ചെയ്യും. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകി.